ഒളിമ്പിക് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് നിരാശ. ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്ന അർജുൻ ബാബുദ 4ാം സ്ഥാനത്ത്. അനിൽ വാസ്തവ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനിൽ, എങ്ങനെ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ വിലയിരുത്താം അദ്ദേഹത്തിന്റെ ഈ മാച്ച്? കീർത്തന, ഇന്ത്യക്ക് അക്ഷരാർത്ഥത്തിൽ ഹാർട്ട് ബ്രേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മെഡൽ പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ. ഒരു ഘട്ടത്തിൽ അർജുൻ ബാബുദ 2ാം സ്ഥാനത്ത് വരെ എത്തിയിരുന്നതാണ്. മികച്ച പ്രകടനത്തിലൂടെ പോവുകയായിരുന്നു. പക്ഷെ അവസാന റൗണ്ടിലേക്ക് പോയപ്പോൾ ബാബുദയ്ക്ക് പിഴച്ചു. ഒരുപക്ഷെ പ്രഷർ താങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒടുവിൽ 4ാം സ്ഥാനത്താണ് അർജുൻ ബാബുദ ഫിനിഷ് ചെയ്തത്. തുടക്കത്തിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോരാടിയത്. വാശിയേറിയ രീതിയിൽ 2ാം സ്ഥാനം വിട്ടുകൊടുക്കാതെ ഒരു ഘട്ടത്തിൽ 1ാം സ്ഥാനത്ത് വരെ എത്തിയുള്ള വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചു. പക്ഷേ അവസാന ഘട്ടത്തിൽ കൊറിയൻ താരത്തോടൊക്കെ തന്നെ ഏറ്റുമുട്ടിയപ്പോഴാണ് പുറകിലോട്ട് പോകുന്ന കാഴ്ച കണ്ടത്. എന്നിരുന്നാൽ പോലും അർജുൻ്റെ പ്രകടനം അഭിനന്ദിച്ചേ മതിയാവൂ. മികച്ച പോരാട്ടം അർജുന ഒളിമ്പിക്സ് പോലെയുള്ള ഒരു വേദിയിൽ കാഴ്ചവെക്കാനായി. വലിയ പ്രതീക്ഷയൊന്നും വെച്ചു പുലർത്താത്ത ഒരു താരമായിരുന്നു അർജുൻ ബാബുദ. പക്ഷേ അദ്ദേഹം ഫൈനലിലേക്ക് മുന്നേറുകയും അവിടെയും ഏറ്റവും മികച്ച ഒരു പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. എന്നിരുന്നാൽ പോലും ഇന്ത്യക്ക് നിരാശയാണ്, സങ്കടമുണ്ട്. കയ്യെത്തും ദൂരെ ഒരു മെഡൽ കൂടി നഷ്ടമായിരിക്കുന്നു. ഇന്ന് ഇന്ത്യക്ക് 2ാം തവണയാണ് മെഡൽ നഷ്ടമാകുന്നത്. നേരത്തെ 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വിഭാഗത്തിൽ രമിതയ്ക്കും മെഡൽ നേടാനായി. അതിന് പിന്നാലെയാണ് അർജുനിൽ നമ്മൾ പ്രതീക്ഷ വെച്ചത്. അവിടെയും നമുക്ക് പിഴയ്ക്കുന്നു. എന്തായാലും ഇന്ത്യക്ക് ഇപ്പോൾ മനു ഭാക്കറിന്റെ ഒറ്റ വെങ്കലത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇനി മനു ഭാക്കർ നാളെ വെങ്കലം നേടുമോ, മിക്സഡ് വിഭാഗത്തിൽ വെങ്കലം നേടുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് ഇന്ന് അമ്പെയ്ത്തിൽ കൂടിയാണ് മെഡൽ പ്രതീക്ഷയുള്ളത്. എന്തായാലും ഷൂട്ടിങ്ങിലെ 2 ഇനങ്ങളിലും ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കീർത്തന. ശരി, അനിൽ വാസുദേവാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.